കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് പേജ് ഉള്ള ഒരു വണ്ടി റിവീൽ ചെയ്യാനായിട്ട്, അതായത് വണ്ടിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി, എത്ര രൂപ കോസ്റ്റ് ആയെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ. നീ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്? ഇതിൽ ഡൗട്ടുള്ള കാര്യങ്ങൾ, റേറ്റ് എത്രയാണ്, കോസ്റ്റ്? ഇപ്പോൾ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് പേജ് ഉള്ള ഒരു വണ്ടി റിവീൽ ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ കൂടെ നിൽക്കുന്നത് അതിൻ്റെ ഓണറാണ്. അപ്പോൾ നമ്മളതിൽ കുറച്ച് നമ്മളിന്ന് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ എല്ലാവരും മനസ്സിൽ കാണും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവരെ യുണീക്കായിട്ട് കൊണ്ട് നടക്കണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഇത് മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ അതിൽ എത്ര രൂപ കോസ്റ്റ് ആവും, എല്ലാവരെയും ഡൗട്ടാണ് ഇല്ലേ? നമുക്ക് വണ്ടി എപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ കോസ്റ്റാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ഇതിപ്പോൾ മാറി എത്ര രൂപ ആവും, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആണ്. ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് വണ്ടിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി, എത്ര രൂപ കോസ്റ്റ് ആയെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി കാണാം. ഇതാണ് പക്രു. അപ്പോൾ യവനാണ് ഈ വണ്ടിയുടെ ഓണർ കേട്ടോ. അപ്പോൾ യവൻ ഫുൾ ഇപ്പോൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് എവിടെ തുടങ്ങാം കളിയാ? ഓക്കെ. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിസ്ക് ചെയ്യണമെന്നായിരുന്നു. ഞാൻ RTRന്റെ ഡിസ്ക് ചെയ്യാനായിട്ട് പോയ വ്യക്തിയാണ്. ഞാൻ ചെയ്തേക്കുന്നത് RX കിങ്ങിൻ്റെ ഡിസ്ക്. നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഡിസ്ക്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് വർക്കിംഗ് ആണല്ലേ? ഇതെല്ലാം വർക്കിംഗ്. ഇതിപ്പോൾ വർക്കിംഗ് ആണ് സംഭവം. എല്ലാം ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വേറെ എന്തൊക്കെ? RX കിങ്ങിൻ്റെ ഡിസ്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റമ്പ് വന്നിട്ട് RXൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത്. ഈ ലിവർ വന്നിട്ട് പൾസർ 150യുടെ ആണ്. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതെന്താ ബ്രോ ഈ കേബിള്? അത് ക്വിക്ക് ത്രോട്ടിന്റെ കേബിളാണ്. ത്രോട്ടിൽ നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന അത്രയും പവറിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കൊടുത്താൽ മതിയാവും. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ വൈസർ, നമ്പർ ബോർഡ് ലീഗലി ഉള്ള ആണല്ലേ? പിന്നെ വൈസർ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ഗ്ലാസ് കട്ട് ചെയ്ത് ഫൈബർ ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു കർവുള്ള ഗ്ലാസ് ആണ് വരുന്നത് ബ്രോ. ഇത് കട്ട് ചെയ്ത് ഇത് മറ്റേ ഫൈബർ പ്ലെയിൻ ആക്കി കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ടല്ലേ? കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോഗ് ലാമ്പ്, പിന്നെ ഈ ട്വിസ്റ്ററിന്റെ മൽഗാർഡ് എല്ലാം സെപ്പറേറ്റ് ആണ്. പക്ഷേ ഗൈസ് ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ആ ഒരു എന്താ പറയുക, ഗ്ലാസ് മറ്റേ ഇങ്ങനെ പുറത്തോട്ട് തള്ളിക്കുന്ന ഗ്ലാസ് മാറിയിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയപ്പോൾ ഉണ്ടല്ലോ, പിന്നെ കൂളിംഗ് ഒട്ടിച്ചപ്പോൾ വേറെ ലുക്ക് ആണ് വണ്ടി കാണാൻ. പിന്നെ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് RX-ന്റെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ്. പിന്നെ ഫ്രണ്ടിലെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് അത്രയാണ്. പിന്നെ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ടാങ്ക് ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിട്ട് ചെറിയ ബെൻഡും കാര്യങ്ങളും. ടാങ്ക് കുറച്ച് ഡെൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ടാങ്ക് ഇപ്പോൾ മൊത്തം നമ്മളൊന്ന് റീപെയിൻറ്റ് ചെയ്ത് പുട്ടിയിട്ട് റീപെയിൻറ്റ് ചെയ്ത്. അപ്പോൾ വണ്ടിയുടെ എഡിഷൻ നെയിമാണ് കേട്ടോ, ലൂസി. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ബ്രോ. എന്താ അനിമി ഫാനാണോ? അത് മനസ്സിലായി. ഏതാണ്ട് കീച്ചേന് കണ്ടപ്പോഴേ മനസ്സിലായി. ഏതായാലും ലൂഫി. ഓക്കെ. പിന്നെ ടാങ്ക് തട്ടി നൂത്ത് പെയിന്റ് അടിച്ച് 2 കോട്ട് ക്ലിയർ അടിച്ചിട്ടുണ്ട്, സ്റ്റിക്കർ. പിന്നെ ബാക്കിലോട്ട് അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുന്ന വണ്ടി മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷോക്ക് മാറിയിട്ടുണ്ട്. അത് ഗബ്രിയലിന്റെ സ്പ്രിംഗ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അത് സെക്കൻഡ് എടുത്തേക്കുന്നതാണ്, നമ്മളെ ഫ്രണ്ടിന്റെ തന്നെ സെക്കൻഡ് എടുത്തേക്കുന്നതാണ്. പിന്നെ SD-യുടെ 16 ഇഞ്ച് വീലും ടയറും. അപ്പോൾ SD-യുടെ ആ വീലിട്ടപ്പോൾ കണ്ടല്ലോ വണ്ടി വേറെ ലുക്കായിട്ട്. കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഹൈറ്റ് കയറിയിട്ട് ബാക്ക് ഇരുന്ന് പോകുമ്പോൾ കറക്റ്റ് ഒരു RX-ന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ ടോട്ടലി അങ്ങ് മാറിപ്പോയി. കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ 2021, 2022 സ്പ്ലെൻഡറിൻ്റെ ലുക്ക് കണ്ട് അറിയാമല്ലോ. അപ്പോൾ അതിനെ ത്രൂ ഔട്ട് മാറ്റിയിട്ട് ഒരു RX-ന്റെ ഏതൊരു സ്പ്ലെൻഡർ എടുക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ഒരേ ഒരു ഇതേ ഉള്ളൂ, വണ്ടി എങ്ങനെ നമുക്ക് യുണീക്കാക്കാം. കറക്റ്റ് എന്താ പറയുക, ഇപ്പോൾ സ്പ്ലെൻഡർ എടുക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഒരു RX-ന്റെ ലവ് എല്ലാവരും മനസ്സിൽ കാണും. കാരണം അതുകൊണ്ട് ആണ് അവരിത് എടുത്തിട്ട് ഇത്രയും, ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ കൂടി എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് ഓരോ ചെയ്ത് ഇല്ലേ, കടം മറിച്ച് ത്രൂ ഔട്ട്. അതായത് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ, ഇഷ്ടം. അതാണ് ഇതിൻ്റെ വേറൊരു ഇത് പറയാൻ, നമുക്കൊരു ഇഷ്ടം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വണ്ടിയുടെ ലുക്ക്. കാരണം നമ്മുടെ ഒരു എപ്പോഴും ഏതൊരു മനുഷ്യരായാലും, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ പയ്യന്മാർ മാത്രമല്ല, പെണ്ണുങ്ങളായാലും വണ്ടിയെടുത്ത് ഒരു എപ്പോഴും വല്ലാത്തൊരു ക്രൈസാണ് കേട്ടോ. ഇപ്പോൾ ആ വണ്ടി ഇരിക്കുന്ന ലുക്ക് തന്നെ കണ്ട ഒരു രക്ഷയില്ല. കാരണം ആ ബാക്കിലത്തെ ആ പാടോ വണ്ടിയുടെ ആ സീറ്റിങ്ങും എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി പൊളിച്ചടിക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് സെയിം ഇത്രയും പണിയുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ബ്രോ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു
റീസ്റ്റോറിലേക്ക് വന്നത്? കാര്യം ഞാൻ പറഞ്ഞില്ലേ, സ്വാഭാവികം എനിക്കൊരു ക്രൈസാണ്. എൻ്റെ വണ്ടി ഞാൻ ഓൾറെഡി ഇപ്പം പണിയുന്ന 2ാമത്തെ തവണയാണ്. ആദ്യത്തെ പണിയെടുത്തിട്ട് ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഡിസ്ക് വെച്ചിട്ടില്ലായിരുന്നു, SD മാറ്റില്ല, ഇത് അലോയ്ക്ക് പകരം വീലിട്ടായിരുന്നു. 2 സെയിം സൈസ് 18 ആയിട്ടിരുന്നത്. പിന്നെ എന്റെ ക്രൈസ് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു ഡിസ്ക് കയറ്റണം എന്നുള്ളത്. കയറ്റിയപ്പോഴത്തേക്ക് SD അത് ഒന്നൊന്ന് ചെയ്ത് തുടങ്ങാൻ നേരത്ത് ബാക്കി നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഞാൻ RTRന്റെ ഡിസ്ക് വെക്കാൻ വേണ്ടി കൊടുത്ത വണ്ടി കൊടുത്തത്. നമ്മളെ വട്ടിയൂർക്കാവ് മിഥുൻ എന്ന് പറഞ്ഞ പയ്യന്റെ വണ്ടി കൊടുത്തത്. നമുക്ക് വേറെ കൂട്ടാന്റെ വണ്ടി അവിടെ പണിയുന്നുണ്ട്. അപ്പം അവനാണ് എനിക്ക് ഒരു ഡിസ്ക് എന്നെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഗൈസ്, ഈ ഡിസ്ക്കാണ് മെയിൻ വില്ലൻ. സംഭവം യവനിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വണ്ടി ഇപ്പോൾ ഈ കണ്ടീഷനിലായത് കേട്ടോ. കാരണം എല്ലാം പൈസയുടെ ചുമതല ഈ ഡിസ്കിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം യവനെ മാറ്റിമറിച്ചത് ഇല്ലേ? ബ്രോ, ഇനി ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇനിയിപ്പം പ്രത്യേകിച്ച് മാറ്റാനായിട്ട് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഈ സൈഡിലായിട്ട് സ്റ്റിക്കർ അടിക്കാൻ ചെറിയൊരു പ്ലാനുള്ളൂ, വലിയ താല്പര്യമില്ല. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ഹീറോ ഒന്ന് മാത്രമേ. അങ്ങനെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും അവിടെ ബ്ലാക്ക് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കസ്റ്റം ഡിസൈൻ ഈ 1 പീസിൻ്റെ തന്നെ എഡിഷൻ ആയിരിക്കും വരുന്നത്. അത് എന്താണെന്നുള്ള ഞാൻ പറയില്ല, കറക്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പറയില്ല. ചിലപ്പോൾ അത് അടിക്കും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഹീറോ എന്നുള്ള മാത്രമേ അടിക്കുള്ളൂ. അതുപോലെ മൈൻഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ പൈസയൊന്നും ഇല്ല ഒട്ടും. അപ്പോൾ ഗൈസ്, അത് സസ്പെൻസ് ആണ്. അതപ്പോൾ എന്തായാലും നമ്മൾ ഈ ചാനൽ ഇടുന്നതായിരിക്കും ത്രൂ ഔട്ട്. കാരണം ഈ വണ്ടി നമ്മളിവിടെ തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ബാക്കി കുറച്ച് വിഷ്വലും കൂടെ നിങ്ങൾ കണ്ടിട്ട് വാ. ഇനിയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മെയിൻ ആയിട്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ് റേറ്റ് എത്രയാണ്, കോസ്റ്റ്. ഇപ്പോൾ ഓരോ സാധനത്തിനും ഇപ്പോൾ വില കൂടി വരുന്ന സമയമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് കംപ്ലീറ്റ് റേറ്റ് കേട്ടോ. എസ്റ്റിമേറ്റ് എന്ന് പറയുന്നിടത്ത് 1 രൂപ തെറ്റാതെ കറക്റ്റ് എന്തൊക്കെയായി ഫുൾ ലേബർ ചാർജ് ഉൾപ്പെടെ എല്ലാം. അപ്പോൾ ഫുൾ റേറ്റിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്, അതായത് കോസ്റ്റിൻ്റെ കാര്യം പറയാനായിട്ടാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ഉണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഈ വയൽ, പാടം, മഴയുടെ ക്ലൈമറ്റാണ്. മഴ പെയ്യണമെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കോസ്റ്റിൻ്റെ കാര്യം 1 by 1 ആയിട്ട് തുടങ്ങാം. അളിയാ, അപ്പോൾ ആദ്യം അവിടെ തുടങ്ങാം. ആദ്യം മറ്റേ ആക്സിഡൻ്റ് ആയ ഒരു സമയത്ത് നമ്മൾ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. അതിൽ ഫ്രണ്ട് സ്റ്റമ്പ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു, ടാങ്ക് നനങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാങ്ക് നമ്മൾ തട്ടി നൂത്തിട്ട് പെയിൻ്റ് അടിച്ചത്. ഈ ഫോർക്കായാലും ഞങ്ങൾക്ക് ഈ സസ്പെൻഷൻ ഉണ്ടായി പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് പെയിൻ്റ് അടിച്ച് തട്ടി നോക്കാൻ 1700 രൂപ ആയിട്ടുള്ളൂ. പെയിന്റിങ്ങിന് മാത്രമല്ലേ? പെയിന്റിങ്ങിന് മാത്രം 1700 രൂപ ആയിട്ടുള്ളൂ. സ്റ്റമ്പിന് എന്താണ് ഒരു ലീക്കാണോ? അല്ല, ഇത് ഇടിച്ച് ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പം 2 എടുത്തേക്കുന്നതാണ് പുതിയ ഡിസ്ക്. ഇത് ഡിസ്ക് വെക്കാനായിട്ട് 2 എടുത്തേക്കുന്നതാണ്. ഈ ഡിസ്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു പട്ടക്കഷ്ണം എടുത്തിട്ട് അതിനെ ഈ കാലിബർ സെറ്റ് ചെയ്യാനുള്ള അളവിൽ ഡ്രില്ല് ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ. പകരം ഇതെനിക്ക് അങ്ങനെ വേണ്ട എന്നുള്ളതുകൊണ്ട് ആ പയ്യൻ്റെ തന്നെ തീരുമാനത്തിൽ നമ്മളിത് അലുമിനിയം വെൽഡിങ് ചെയ്ത് ഈ കാലിബർ ഷൂട്ടാവുന്ന രീതിയിൽ അലുമിനിയം വെൽഡിങ് ചെയ്തിട്ടാണ് ഈ ഡിസ്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഈ ഡിസ്ക് ഇങ്ങനത്തെ വയ്ക്കുന്നത് ഇത് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം ഉണ്ടല്ലോ. ചില ആൾക്കാർ പറയും ഇത് മറ്റേ ഷോയ്ക്ക് വേണ്ടി വെക്കുന്നത്. അല്ലല്ല, ഷോയ്ക്കൊന്നുമില്ല. നമുക്ക് പ്രൈസിനനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാന്നുണ്ടോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഓടിച്ചിട്ട് ഇതുവരെയും വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം വർക്കിംഗ് ആണ്, പ്രോപ്പറാണ്. ഒരു നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതിയാവും. ഡിസ്ക് ഫ്രണ്ട് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക്, സ്റ്റമ്പ്, ഇത് ഫുൾ സെറ്റ് ചെയ്ത് തന്നെ എനിക്ക് റേറ്റ് വരുന്നത് 12,000 രൂപയാണ്. 12,000. ഈ ഡിസ്ക് വന്നിട്ട് ഡിസ്കിന്റെ പ്ലേറ്റ് മാത്രം 4,000 രൂപ റേറ്റ് ഉണ്ട്. ഇത് കിങ്ങിന്റെ അല്ലേ? കിങ്ങിന്റെ. പിന്നെ ഈ ഡിസ്ക് സെറ്റ് ചെയ്യാനുള്ള ഹബ്ബ്, അത് സെറ്റ് ചെയ്യുന്ന ബാക്കി ഈ ഫോർക്കിന് ഇത് അലുമിനിയം വെൽഡിങ് ചെയ്തത്, ഈ കാലിബർ, ഈ ബ്രേക്ക് ലിവർ എല്ലാം കൂടെ ഈ സ്റ്റമ്പ് മൊത്തത്തിൽ എനിക്ക് ഈ മൊത്തം പണിതെടുത്തതിന് 12,000 രൂപ. അത് മാത്രമായിട്ടുണ്ട്. അത് മാത്രം 12,000. ആ ഡിസ്കും അതിന്റെ ഫുൾ സെറ്റിനായിട്ടുള്ള 12,000 രൂപയാണ്. പിന്നെ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ ഡിസ്ക് പ്ലേറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇത് ഷോപ്പ് അല്ല, ഇത് വർക്കിംഗ് ആയതുകൊണ്ടാണ് അത്രയും റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇതെന്തോ ഇത് ഗ്യാസ് ബിൽഡിങ്ങോ? ഇത് അലുമിനിയം ബിൽഡിംഗ് നമ്മൾ ചെയ്തേക്കുന്നത്. അലുമിനിയം ബിൽഡിംഗ്, നോർമൽ ബിൽഡിംഗ് അല്ല. അത്രയും പ്രൊഫഷണൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും ക്ലിയർ എന്ന് പറയുന്നത്. ഈ കേബിൾ നിങ്ങൾ ഇതിന്റെ ഡിസ്കിന്റെ കൂടെ വരുന്നതാണോ അത് നിങ്ങൾ അഡീഷണൽ വാങ്ങിച്ചാണോ? സെറ്റ് ചെയ്യുന്നതാണ്. ഈ കളറായിട്ടുള്ള ഇപ്പൊ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിന്റെ റേറ്റ് വന്നിട്ട് 550 ആണ്. 550. അപ്പോൾ ഗൈസ്, ആ കേബിൾ കാണിച്ചു തരാം. പക്ഷേ ഇത് ഇങ്ങനെ പുറത്ത് നിർത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അങ്ങനെ ചെയ്തെങ്കിൽ അതൊരു ഡിസൈന് വേണ്ടിയിട്ടാണോ അല്ലേ? അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കാണാനൊരു എടുപ്പുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കളർ ഇതിപ്പോൾ വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, റെഡ് മാത്രമേ ഉള്ളൂ? അല്ല, ബ്ലൂ ഒക്കെ കിട്ടും. നിലവിൽ എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. റെഡ്. ഈ എൻ്റെ അതെനിക്ക് ഷോപ്പിന്റെ ആ ഒരു കളർ റെഡും ആ ഒരു ബ്ലാക്ക് കോംബോ. ഓക്കെ, അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ റെഡും ബ്ലാക്കും കോംബോ. കാരണം സ്റ്റിക്കർ വർക്ക് ആയാലും ഇപ്പം നമ്മുടെ ഇപ്പോൾ എഡിഷൻ നെയിം അടിച്ചതായാലും അതിൽ റെഡ് ടച്ചും വൈറ്റ് ടച്ചും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് നോക്കുമ്പോൾ ഒരു റെഡ് ബ്ലാക്ക് കോംബോ മൊത്തത്തിൽ വണ്ടിക്കുണ്ട്. പിന്നെ
പിന്നെ ഈ ക്ലിപ്രോട്ട് വന്നിട്ട് റേറ്റ് വന്നിട്ട് 650 രൂപയായി. 650. പിന്നെ ഈ മാസ്ക് രണ്ടായി മേടിച്ചാണ് 500 രൂപയായി. 500 അല്ലേ? പിന്നെ ഈ ഗ്ലാസ് മാത്രം ചെയ്തതിന് 200 രൂപയാണ് ആയത്. 200 രൂപ. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് ഈ കൂളിങ് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. മീറ്ററിന്റെ ഗ്ലാസ് മറ്റേ അതിലും ഒട്ടിച്ചിട്ടുണ്ട്. മീറ്ററിന്റെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ കാറിൽ ഒട്ടിക്കുന്ന കൂളിംഗ് അല്ലേ? നോർമലാണ്. എത്ര? 50%. 50%. ഈ കൂളിംഗ് മാത്രം ഒട്ടിച്ച് എനിക്ക് 200 രൂപ ആയിട്ടുണ്ട്. ഈ 2 സ്റ്റിക്കറും കൂടെ വന്നിട്ട് 200 രൂപ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ, ഇതൊരു യുണീക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ നുള്ളി ഇളക്കൊണ്ട് പോകാതിരുന്നാൽ ബ്രോയ്ക്ക് കൊള്ളാം. അത്രേ പറയുള്ളൂ. പിന്നെ വന്നിട്ട് ഈ ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ്. ക്രാഷ് കാർഡ് അല്ലേ? ക്രാഷ് കാർഡ് ഇതിപ്പോ RX-ന്റെ ആണോ ഈ സംഭവം? RX-ന്റെ 135-ന്റെ ആണ് ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ് എന്ന് പറയുന്നത്. വന്നിട്ട് എനിക്കിപ്പം നിലവിലായേക്കുന്ന റേറ്റ് കൂടിയിട്ടുണ്ട്. 1000 ആയിട്ടുണ്ട്. 1000. ഇത് എങ്ങനെയാണ്? ഇത് ഓട്ടോമാറ്റിക് നമുക്ക് സ്റ്റോക്ക് കണക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് അളവിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് വെക്കാൻ. അപ്പൊ രണ്ടാമത് സെറ്റ് ചെയ്യുന്നതാണ് ഇത്. അപ്പൊ രണ്ടാമത് ബ്രോ ഇപ്പൊ ഇവിടാണ് ഇത് സ്റ്റോക്ക് ഹോൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത് ഇവിടുന്ന് സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പോകത്തൊന്നുമില്ല, പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രോ ഇനി വേറെ എന്താണ് നമുക്ക് സസ്പെൻഷൻ? ഇതെങ്ങനെ അഡ്ജസ്റ്റബിൾ ആണോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ബാക്ക് ഒരു പോർഷൻ നോക്കാൻ നേരത്തുണ്ടല്ലോ, ആ സസ്പെൻഷൻ ആ റെഡ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞോ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഗ്രേ ആയിരുന്നു, പെയിന്റ് അടിച്ചതിന്റെ കൂട്ടത്തിൽ റെഡ് ആക്കിയതാണ്. ഓക്കെ. പിന്നെ അത് വന്നിട്ട് എനിക്ക് 1000 രൂപയാണ് ആയിരിക്കുന്നത്. അതിന് പെയിന്റ് എല്ലാം കൂടെ ഫ്രണ്ടിന്റെ എടുത്താണല്ലേ? ആ ഒരു കൂട്ടാൻ്റെ അടുത്താണ്, സെക്കൻഡ് അടുത്താണ്. അതല്ലാതെ ഫ്രഷ് എടുക്കണേ ഒരു എത്ര ഏകദേശം ഒരു എസ്റ്റിമേറ്റ്? എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ മാർക്കറ്റിംഗ് റേറ്റ് വന്നിട്ട് 1800 അടുപ്പിച്ചെന്തോ ഉണ്ട്. 1800. പിന്നെ ഈ RX-ന്റെ ബാക്കും ഫ്രണ്ടും ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? അത് വന്നിട്ട് എനിക്ക് രണ്ടും ഈ നാലെണ്ണം കൂടെ 500 രൂപയാണ് അയക്കുന്നത്. 500 രൂപ അത്ര ആയിട്ടുള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടും ബാക്കിലും മാറിയിട്ടുണ്ട്. അത് 450 രൂപയുള്ള എനിക്ക്. അത് മറ്റേ ലീഗലി ഉള്ള നമ്പർ ബോർഡാണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ SD അതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അറിയേണ്ട ഒരു മെയിൻ കാര്യം. SD വീൽസ്. ഫ്രണ്ട് SD ആണോ? ഫ്രണ്ട് SD അല്ല, ഫ്രണ്ട് സ്റ്റോക്ക് ആണ് 18 ഇഞ്ച് സ്റ്റോക്ക് ആണ്. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ SD ഇടുന്നവരുണ്ട്, അത് ഓരോരുത്തരുടെ സജഷൻ, ഓരോരുത്തരുടെ ഇഷ്ടം, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് പൊതുവേ പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളത് എനിക്ക് ബാക്കിൽ മാത്രമേ സംഭവം ഇഷ്ടമുള്ളൂ. അത് കൊള്ളാം കേട്ടോ. അത് നമ്മളിപ്പോൾ ഞാൻ ലുക്ക് കാണിച്ചു തരാം. സംഭവം വണ്ടി ഇപ്പോൾ കണ്ടോ, ഒരു കുതിരയെ പോലെ ബേക്ക് താന്നിട്ട് ഫ്രണ്ട് പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ആ വണ്ടി അങ്ങനെ ഇരിക്കുന്നതാണോ തന്നെ ഒരു രക്ഷയില്ലാത്ത ലുക്ക്. അപ്പോൾ ബ്രോ SD വീല് കാര്യങ്ങൾ എങ്ങനെയാണ്? ടയർ നിങ്ങൾ അഡീഷണൽ എടുത്തോ അതെല്ലാം കൂടെ ടോട്ടൽ ഒരു എമൗണ്ട് ആണോ? ടോട്ടൽ മൊത്തത്തിൽ സെറ്റോടെ എടുത്താണ്. TVS-ന്റെ ജംബോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എത്രൻ്റെയാണ് ഈ ടയർ? 16 ഇഞ്ചാണ്. 16 ഇഞ്ച്. നമ്മുടെ ഇതിലെല്ലാം വരുന്നത് 18 ഇഞ്ചാണ് വരുന്നത്. 16 ഇഞ്ചാണ് SD വരുന്നത്. ഇത് എനിക്ക് ഇത് റേറ്റ് ആയിരിക്കുന്ന ടയറും വിത്ത് ടയർ ആ പയ്യെ എനിക്ക് എടുത്ത് തന്നത് 4500 രൂപ ആയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ലാഭമാണോ? ലാഭമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ 6000 രൂപ പറഞ്ഞ ടീംസ് വരെ ഉണ്ട്. SD മാത്രമല്ലേ? ടയറും ഇതും കൂടെ 6000 ഹബ്ബ് വിത്ത് ഹബ്ബ് എല്ലാം കൂടെ സെറ്റ് ആയിട്ട് 6000 രൂപ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4500 രൂപ അല്ലേ? 500 രൂപയ്ക്കാണ്. 4500. അപ്പോൾ SD നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പയ്യനായിട്ട് കണക്ട് ചെയ്ത് തരാൻ പറ്റും. ബട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടുമോ അതോ? ഇത് സമയം എടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചില ഡിസ്ക് സെറ്റ് ചെയ്യുന്ന തന്നെ അത്യാവശ്യമാണ്. അതിന്റെ അലൈൻമെന്റ് ചെക്ക് ചെയ്യാനും അലൈൻമെന്റ് കാര്യങ്ങൾ ഇതൊക്കെ ഒരു അലൈൻമെന്റ് ചെക്ക് ഉള്ള സംഭവങ്ങളാണ്. ഇത് വെറുതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചെയ്യുന്ന. അവർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട് ചെയ്ത്. ആ ഹബ്ബില് ആ ഡിസ്ക് സെറ്റ് ചെയ്യണതിന്റെ രണ്ടാമത് ഹോൾ ചെയ്ത് അത് പിന്നെ അതിന്റെ അളവിനെടുത്ത് സ്ക്രൂ ചെയ്ത് വെക്കുന്നത് എല്ലാം ബോൾട്ടിനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതെല്ലാം ഇത്തിരി ചടങ്ങുള്ള പരിപാടി. അത് മാത്രമല്ല ഈ കാലിബർ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഡയറക്റ്റ് സൂട്ട് ആവുന്ന സാധനമല്ല. അപ്പൊ ഇതിന്റെ അളവിന് വേണ്ടി അളവ് അനുസരിച്ച് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ഈ കാലിബർ കറക്റ്റ് വീണില്ലെങ്കിൽ ഡിസ്ക് കംപ്ലൈന്റ് വരാനും കംപ്ലൈന്റ് വരാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല സമയം പിടിക്കും. സമാധാനം വേണം. അതുപോലെ തന്നെ കുറെ കാര്യം ശ്രദ്ധിക്കാനുണ്ടല്ലേ. ഒരു മാസത്തോളം എനിക്ക് ആയിട്ടുണ്ട്. ഒരു മാസം പണിയാൻ കയറ്റിയാണ്. ചിലർക്ക് അത്ര ആവൂലായിരിക്കും. ആ പയ്യന്റെ ഒരു ഇത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പയ്യൻ സമയം എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വണ്ടി ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സമയം എടുത്ത് ചെയ്യുന്നതാണ്. സമയം എടുത്താണ് ഇത്രയും ചെയ്ത് തന്നിട്ടുള്ളത്. സമയം എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും വണ്ടി റിസൾട്ട് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണല്ലേ? പിന്നെ ഇത് അറൗണ്ട് ഏകദേശം എന്റെ കയ്യിൽ നിന്ന് ഇപ്പം കംപ്ലൈന്റ് കുറച്ച് ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത്. അപ്പൊ എല്ലാം കൂടെ ഒരു ഏകദേശം 27,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട് എന്റെ കയ്യിൽ. 27,000 ലേബർ പുള്ളിയുടെ ആ പയ്യന്റെ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റേന്ന് മേടിച്ച് കമ്പനി ഉള്ളതുകൊണ്ടായിരിക്കണം. എന്റേന്ന് മേടിച്ച് 1000 രൂപ ആയിട്ടുള്ളൂ.
ലേബർ മാത്രം 1000 രൂപ ആയിട്ടുള്ളൂ. ബാക്കി ഇതിന്റെയൊക്കെ റേറ്റ് ആണ്. ത്രൂ ഔട്ട് ഇത്രയും സാധനം ചെയ്ത് അത് STBയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്കിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. കാരണം അത്രയും കുറേ പാടുള്ള കാര്യമാണ്. ഡിസ്ക് അത്ര സെറ്റ് ചെയ്യണമെന്നുണ്ടല്ലോ. ഇതെല്ലാം ത്രൂ ഔട്ട് ചെയ്തതിന് ആ പയ്യൻ ലേബർ 1000 രൂപ വാങ്ങിച്ച് മൊത്തം. പയ്യനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പയ്യന്റെ കോൺടാക്ട് നമ്പർ നമുക്ക് തരാം. നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മൾ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാരണം വണ്ടി ഓവറോൾ വേറെ ലുക്കായിട്ടോ. കാരണം ഒന്നും പറയില്ല. പിന്നെ അതിനെക്കാട്ടി എടുത്ത് പറയാനുള്ള ഈ വണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ആ വയൽ, അതേപോലെ ഇപ്പോൾ ചെറുതായിട്ട് ഒരു മഴച്ചാറ്റിലുണ്ട് കേട്ടോ. അത് നോക്കുമ്പോൾ വണ്ടി വേറെ ലെവൽ. ഇനി വേറെ എന്തെങ്കിലും ബ്രോ ഇതിലത്ത് വല്ല പറയാതെ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതില് വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല. ചിലൊരു ബാർ ഹാൻഡിൽ വെക്കും. ബാർ ഹാൻഡിൽ സജസ്റ്റ് ചെയ്തില്ല. മുന്നേ ഉണ്ടായിരുന്നു, ഞാൻ മാറ്റിയിട്ട് സ്റ്റോക്കാണ് ഇച്ചിരി. പക്ഷേ അതും എനിക്ക് തോന്നി കേട്ടോ, സ്റ്റോക്കാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം സ്റ്റോക്ക് നമുക്ക് കറക്റ്റ് സീറ്റിംഗ്, നമ്മൾ ഓട്ടിക്കാനായാലും കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് സ്റ്റോക്ക് ഇരിക്കുന്നത്. പക്ഷേ പക്കയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ബാറാനിലിടാൻ നേരത്തെ നമ്മൾ ക്ലച്ചിൻ്റെ കേബിളൊക്കെ വേറെ വാങ്ങിക്കേണ്ടി വരത്തില്ലേ? ഇതെല്ലാം നമ്മൾ ഈ ഹൈറ്റ് ഫ്രണ്ട് സ്റ്റമ്പിന്റെ ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തേക്കണോണ്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഒന്നിലും കിട്ടത്തില്ല. കാര്യം വലിഞ്ഞു നിൽക്കും പെട്ടെന്ന് കംപ്ലൈന്റ് വരും. ഷോർട്ട് ആയാലും വലിഞ്ഞു നിൽക്കും. അങ്ങനെ അതിന്റെ എല്ലാ കേബിളെല്ലാം മാറിയിട്ടുണ്ട്. ലെങ്ത് കൂടിയുണ്ട്. പൾസർ 150 ഒക്കെയാണ് കേബിൾ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ബ്രോ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടും. ഇപ്പം നമ്മൾ ഫ്രണ്ട് അപ്സൈസ് ചെയ്തിരിക്കുകയല്ലേ, ഇതിപ്പോൾ എത്ര ഇഞ്ചാണ് ചെയ്തിരിക്കുന്നത്? 3 ഇഞ്ച് അല്ലേ? അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ലല്ലോ. അതിന്റെ എല്ലാം കൂടെ അതിന്റെ റേറ്റ് മാത്രം വന്നിട്ട് 600 രൂപയാണ് ഐറ്റം. ഇത് നമ്മൾ ഇതിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ചെയ്തേക്കുന്നതാണ്. അത് 2 ഡ്രില്ല് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇതിന്റെ അളവിന് വേണ്ടിയിട്ട് നമ്മുടെ പയ്യൻ പറഞ്ഞു തന്നത്. എല്ലാം മേടിക്കാൻ കിട്ടും. ഇത് മേടിക്കാനായിട്ട് കിട്ടും. മേടിക്കണതിന് 700 രൂപയ്ക്ക് പുറത്താവും. ഇതിന് മുന്നേ എന്റെ ഇരുന്നത് 2.5 സ്റ്റെയിൻലെസ് ആയിരുന്നു. അതിന് 700 രൂപയ്ക്ക് പുറത്തായി. ഇപ്പൊ 3 ഇഞ്ച് അല്ലേ? ഇത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റം, അതെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഓട്ടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ? പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഈ കേബിളിന്റെ അത് ലെങ്ത് കൂടിയ കേബിൾ ഇട്ടില്ലെങ്കിൽ പ്രശ്നം വരത്തില്ല. കാര്യം ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തേക്കൊണ്ടാണ് വലിഞ്ഞു നിൽക്കത്തില്ല. സ്റ്റോക്ക് ആകുമ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ വലിയ സൈസ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ എത്ര 18 ഇഞ്ചാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു. ഇതിപ്പോ 16 ഇഞ്ചാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് മാറാൻ നേരത്തെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ മാറ്റങ്ങളായിട്ടോ ഒന്നുമില്ല. ആകെ പറഞ്ഞത് ചിലപ്പോൾ 3 4 മൈലേജ് ഷോർട്ട് ചിലപ്പം വന്നേക്കാം. മാക്സിമം പോയാൽ അത് വലിയ സൈസ് ടയർ മൈലേജ് ഷോർട്ടേജ് വന്നേക്കാം. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് മൈലേജ് ഷോർട്ടേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BS6 ഇത് i3s ആയതുകൊണ്ട് സൈലൻസർ മാറാൻ നേരത്ത് യൂറോ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൈലേജ് ഷോർട്ട് നല്ലപോലെ വരും. യൂറോ വെക്കാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടില്ല. അത് വെക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സൈലൻസർ പക്ഷേ നമ്മള് വെച്ചില്ല. ഇത് മതിയെന്നാണ് വിചാരിച്ചത്. അത് ഇത് തന്നെ ധാരാളം. ഇനിയിപ്പോ ത്രൂ ഔട്ട് ഇനിയിപ്പോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ച് ചെറിയ സ്റ്റിക്കർ വർക്കാണ്. അത് പേഴ്സണലാണ്. അത് നമ്മള് ഉടനെ അറിയിക്കും. അത് ഫോട്ടോ ആയിട്ടെങ്കിലും നമ്മളത് ഇട്ടേക്കും. ഇനി അതിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇത് പുതിയ മീറ്റർ ആണോ ബ്രോ? ഇത് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് മാറിയേക്കുന്നതാണ്. ഗ്ലാസ് മാറിയതിന് എത്രയാവും? ഗ്ലാസ് മാറിയതിന് 150 രൂപ ആയിട്ടുള്ള. 150. അപ്പം അത് കുഴപ്പമില്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളാണ്. വേറെ ടോട്ടൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കുറച്ച് യൂസ്ഫുൾ ആവും അല്ലേ? കാരണം എല്ലാവരും റേറ്റ്, നിനക്ക് ആദ്യം അങ്ങനത്തെ ഡൗട്ട് ഇല്ലേ കാര്യം എനിക്ക് പൈസ ഉണ്ടായിട്ടല്ല, അല്ല കടം പറിച്ചിട്ടാണ് ചെയ്തെങ്കിലും നമ്മളിപ്പോൾ എത്ര ചോദിച്ചാലും നമുക്കൊരു ഇത് വരത്തില്ല. കാരണം എത്രയാവും കറക്റ്റ് ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഇപ്പൊ കറക്റ്റ് ഒരു എസ്റ്റിമേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ച് സേവ് ചെയ്തിട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോന്നായിട്ടൊക്കെ മാറ്റാൻ പറ്റും. സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇത്രയും മാസത്തിനിടയിൽ ഒത്തു ഫണ്ടൊന്നും കൊടുത്തിട്ടില്ല. സ്റ്റെപ്പായിട്ട് ഓരോന്നിനും ഓരോ ആദ്യം ഡിസ്കിനുള്ള ഫണ്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പുള്ളി ഓരോ ചെയ്തതനുസരിച്ചാണ് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഫോഗ് ലാമ്പ് ഞാൻ ഇതിൽ മേടിച്ചാണ്. നിങ്ങൾക്ക് ഞാൻ ഫോഗ് ലാമ്പ് കാണിച്ചിരുന്നില്ലേ? വെയിറ്റ് ചെയ്യാതെ കാണിച്ചില്ല. ഇതാണ് ഫോഗ് ലാമ്പ്. അപ്പോൾ ഇതിൽ വന്നിട്ട് അതിൻ്റെ ഒന്ന് കളറൊന്ന് കാണിച്ചു കൊടുക്കും. 2 കളർ വരുന്നുണ്ട്, വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ മൾട്ടി കളേഴ്സാണ്. ഒന്ന് വൈറ്റും ഒന്ന് യെല്ലോയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇതിൽ കൂളിംഗ് ഔട്ട് ചെയ്യാൻ നേരത്ത് എന്തൊരു ബ്രൈറ്റിൻ്റെ കുഴപ്പമുണ്ടോ എന്ന് ഡൗട്ടാണായിരിക്കും. നീ ഒന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ BS6 ഓട്ടോമാറ്റിക്കായിട്ടാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സ്വിച്ചുകളെല്ലാം അഡീഷണൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിത് ഓണും ഓഫിനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് രാവിലെ വേണ്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അഡീഷണൽ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെയും മറ്റേ ഫോഗ് ലാമ്പിൻ്റെ ആയിട്ട് 2 ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതാണ് കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നണം അല്ലേ? അതപ്പോൾ രാത്രി മാത്രം ആവശ്യമുള്ളപ്പോൾ ഇട്ടാൽ മതിയല്ലോ. മറ്റത് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും കത്തി കിടക്കുന്നൊരു സമുദായമാണല്ലോ ഇപ്പോഴത്തെ. തോന്നിയത് അല്ല, എനിക്കതും ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ ആ പയ്യൻ്റെ കോൺടാക്ട് നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺ. പിന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.